നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനായിട്ട് ഇന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. രാഷ്ട്രീയമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനമാണിത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം ആദ്യം ചെല്ലുന്നത് സൈപ്രസിലേക്കാണ്, പിന്നീട് കാനഡയിൽ പോകുന്നു, ഏറ്റവും ഒടുവിൽ ക്രൊയേഷ്യയും സന്ദർശിക്കും. സൈപ്രസ് നമുക്കറിയാം മെഡിറ്ററേനിയൻ മേഖലയിലുള്ള ഒരു ചെറിയ രാജ്യമാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യവുമാണ്. സൈപ്രസ് രൂപം കൊണ്ടിട്ട് ഏതാണ്ട് ഒരു 4 ദശാബ്ദമായെങ്കിലും ഇതിനു മുമ്പ് 2 പ്രധാനമന്ത്രിമാരെ അവിടെ പോയിട്ടുള്ളൂ. ഇന്ദിരാഗാന്ധിയും 2002 വാജ്പേയിയും അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. സൈപ്രസിൻ്റെ ഒരു പ്രാധാന്യം ആ രാജ്യത്തിൻ്റെ 1/3 പ്രദേശം വടക്കൻ ഭാഗത്ത് തുർക്കി കയ്യേറി അവർ അധീനത്തിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ തുർക്കിയുമായിട്ട് പോരാടി നിൽക്കുന്ന യൂറോപ്യൻ യൂണിയനിൽ പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ് സൈപ്രസ്. ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തും മറ്റും പാകിസ്ഥാൻ്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കുകയും പാകിസ്ഥാൻ ആയുധങ്ങളും സൈനികരെയും ഒക്കെ നൽകുകയും ചെയ്ത രാജ്യമാണ് എന്നത് നമ്മൾ ഓർക്കണം, തുർക്കി. അതൊക്കെ കൊണ്ട് തന്നെയാണ് സൈപ്രസിലേക്കുള്ള മോഡിയുടെ സന്ദർശനത്തിൽ പ്രാധാന്യം കൂടുന്നത്. സൈപ്രസിനൊപ്പം ഇന്ത്യ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കം കൂടിയായിട്ട് ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. വേറൊന്ന്, UN സെക്യൂരിറ്റി കൗൺസിലിലും മറ്റും പലപ്പോഴും ഇന്ത്യൻ നിലപാടുകൾക്കൊപ്പം നിന്നിട്ടുള്ള രാജ്യമാണ് സൈപ്രസ്, കാശ്മീർ ഇഷ്യൂവിൽ ഉൾപ്പെടെ. അതൊക്കെ കൊണ്ട് തന്നെ സൈപ്രസിനെ കൂടെ നിർത്താനുള്ള ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ശ്രമം മോഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ്. മറ്റൊന്ന്, മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. അത് ഇന്ത്യയുടെ ഒരു സമഗ്ര വികസനത്തിനുള്ള പദ്ധതിയായിട്ട് മോഡി കണ്ടിട്ടുള്ള ഒന്നാണ്. UAE ഉൾപ്പെടെ മധ്യേഷ്യൻ രാജ്യങ്ങളെ ഉൾപ്പെടെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു കോറിഡോറാണ്. അതിൽ സൈപ്രസും ഉൾപ്പെടും. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം വേഗത്തിലാക്കുന്നതിനുള്ള ചില പരിശ്രമങ്ങളും ഒക്കെ